ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പൈസകൾ വാരി കൂട്ടിയിരിക്കുകയാണ് അനു. അപ്പം ഇന്നലെ നമ്മൾ കണ്ട ഞെട്ടിക്കുന്ന പ്രൊമോയിൽ അപ്പം എല്ലാവരും ഫരിതരായിട്ട് കാത്തിരുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതിപ്പം കഴിഞ്ഞിട്ടുണ്ട് ലൈവിനകത്ത്. വെളിയിൽ ചെന്ന് പൈസ എടുത്തിട്ട് ഓടി വരുന്ന ഒരു ടാസ്ക്കാണ്. അപ്പം ഇന്നലെ മൊത്തത്തിൽ ചർച്ച ഇതായിരുന്നു, അനു പുറത്തു പോയോ, അനു ഔട്ടായോ, എവിടെ നോക്കിയാലും അത് മാത്രമേ ഉള്ളായിരുന്നു. അക്ബർ പുറത്തു പോയോ, ആദിൽ ഔട്ടായോ, കയറിയോ എന്നൊന്നും അല്ല ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. അനു കയറിയോ അതോ അനു പൈസ എടുക്കാൻ പറ്റാതെ പുറത്തു പോയോ എന്നൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, ഒരുപാട് കമൻസുകൾ കണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കോണം, എല്ലാം എവിടെയും എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ അനുവാണ് മുമ്പിൽ. അനു ഇല്ലാത്ത ഒരു സംഭവമില്ല. അതാണ് ഈ ഒരു സീസണിലെ അനുവിൻ്റെ ഒരു വാല്യൂ എന്നുള്ളത് ഇന്നലത്തെ ഈ ഒരു പ്രൊമോയിലൂടെ ഞാൻ മനസ്സിലാക്കിയാണ്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, അനു പുറത്തു പോയോ, അനു എന്ത് ചെയ്യും, അനുവിന് എന്ത് പറ്റി, അനുവിന് ഇനി നീളം കുറവായതുകൊണ്ട് ഇനി അനു ഓടി എത്തിയില്ലേ. അനു സത്യം പറഞ്ഞ ഒരു സംഭവമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ടാസ്കിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ ഈ ടാസ്ക് തുടങ്ങുന്ന സമയത്താണ് ലൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് ലൈവ് ഒന്ന് ഇത് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം എനിക്കറിയായിരുന്നു ഏകദേശം ഈ സമയത്താണ് ഈ ടാസ്ക് തുടങ്ങുന്നത്, ഒരു 12:30 സമയത്തൊക്കെയാണ് ഈ ഒരു ടാസ്ക് തുടങ്ങുന്നത് എനിക്ക് അറിയായിരുന്നു. കാരണം ഞാൻ ഇന്നലത്തെ പ്രൊമോയിലൂടെ ആ ഒരു ഏത് സമയമാണെന്ന് എനിക്കൊന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം വെയിൽ പ്രൊമോയിൽ വെയിലൊക്കെ കാണുമല്ലോ, അപ്പോൾ വെയിലിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി ഒരു 12 മണി, 1 മണിക്കകത്താണ് ഈ ഒരു ടാസ്ക് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഇനി എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ആ ഒരു ടൈം മിസ് ചെയ്യില്ലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് വെച്ചതും ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് ഇവരടുത്ത് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. 20 ഘട്ടം കണ്ടാണ് ടോട്ടൽ, അത് ഞാൻ കേട്ടില്ല. 20 ഘട്ടം കണ്ടുണ്ട്. അപ്പം പൈസ 20,000 വെച്ചാണ് കെട്ടി വെച്ചേക്കുന്നത്, 20ൻ്റെ ഒരു കെട്ട്. അപ്പം ഈ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അവർക്ക് തന്നെ തീരുമാനിക്കാം ആര് പോകണം. 3 പേരിൽ ആര് പോകണമെന്ന്. അപ്പം ഇതിനകത്ത് ആദ്യം ആദിൽ എണ്ണിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാലോ, പൈസയ്ക്ക് വേണ്ടി മണി ബോക്സിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ആൾ തന്നെയാണ് ആദില. അപ്പോൾ ആദില ചാടി എണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാദ്യം വിചാരിച്ചിരുന്ന ഓരോരുത്തരായിട്ടായിരിക്കും പോകണമെന്ന്, ഒരുമിച്ച് പോകുന്നതാണെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇവർ അറിയുന്നത്, ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പം ആദ്യം ആദിൽ എണ്ണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നെവിൻ എണ്ണിക്കുന്നു. അപ്പോൾ നെവിൻ എണ്ണിച്ചപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല, മോൻ ഇരുന്നോളാൻ പറയുന്നുണ്ട്. അപ്പം പിന്നെ അക്ബർ എണ്ണിക്കുന്നുണ്ട്, പിന്നെ അനു എണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പം 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ടിട്ട് പൈസ എടുത്തിട്ട് ഓടി അകത്ത് കയറുക, അല്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ എവിക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വേറൊരു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഇവർ നല്ല രീതിയിൽ ഗ്രൂപ്പായിട്ട് നിന്ന് നല്ല യോജിച്ചാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ യോജിച്ച് ഇവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് കറക്റ്റ് ടൈമിൽ ഇവർക്ക് അകത്ത് എത്താൻ സാധിച്ചു. അതാണ് എനിക്ക് ഇവരൊരു ഒത്തൊരുമയുണ്ടല്ലോ, ആ ഒത്തൊരുമ അത് വർക്കായിട്ടുണ്ട്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഇവർ കളിക്കുവാണെങ്കിൽ ഒരു കാരണവശാൽ ഇവർക്ക് ചിലപ്പം ഏതെങ്കിലും ഒരാൾക്ക് 1-2 പേർക്ക് പുറത്തു പോകാൻ എവിക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ മുമ്പേ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഡിക്കി നോക്കാം, ഒരാൾ ഫ്രണ്ട് നോക്കാം, ഒരാൾ മിഡിൽ നോക്കാം, ഒരാൾ ഡിക്കി, ഒരാൾ മിഡിൽ, ഒരാൾ ഫ്രണ്ട്. കാരണം ഈ ഇത്രയും ഭാഗത്തൊക്കെ പൈസകൾ ഒരു കെട്ടാക്കി വെച്ചിട്ടുണ്ട്, 20ൻ്റെ കെട്ടാക്കി ഡിക്കിയിലും അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അത് മുമ്പേ പറയുന്നുണ്ട്. അപ്പം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരാൾ ഡിക്കിയിൽ ഉള്ള പൈസ എടുക്കുകയാണെങ്കിൽ ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള മിഡിലിൽ നിന്നുള്ള സെൻറ്ററിൽ നിന്നുള്ള പൈസ എടുക്കുക, ഒരാൾ ഫ്രണ്ടിൽ നിന്നുള്ള പൈസ എടുക്കുക. അപ്പം ആ ഡിക്കിയിൽ നിന്നുള്ള പൈസ എടുത്ത് തീർന്നായാലും അപ്പുറത്തൊന്ന് ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവർക്ക് പൈസ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ അതുകൊണ്ട് ആരും പുറത്തും പോയില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലൊക്കെ 1-2 പേര്, ചിലപ്പോൾ 3 പേരും പുറത്തു പോയേനെ. അപ്പം ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അക്ബർ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് കളിച്ചു പുള്ളിക്കാരൻ. അക്ബർ അടിപൊളിയായിട്ട് കളിച്ചു. കാരണം ഇവിടുന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് അക്ബർ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു വല്ലാത്തൊരു ബുദ്ധിയായിപ്പോയി അക്ബറിൻ്റെ. അക്ബർ എണ്ണോ 1 2 3 4 1 2 3 4 അല്ലെ കൗണ്ട് ഡൗൺ പോകുന്ന പോലെ അക്ബർ എണ്ണിക്കൊണ്ടാണ് പൈസ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കറക്റ്റ് ഇവർക്ക് ടൈം മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു 10 സെക്കൻഡ് ബാക്കി നിൽക്കുന്ന സമയത്താണ് ഇവർ ഓടിക്കയറുന്നത്. ആദ്യം ആദിൽ വന്ന് ഓടിക്കയറുന്നു, അത് കഴിഞ്ഞിട്ട് അനു പൈസയുമായിട്ട് വന്ന് ഓടിക്കയറുന്നു, അത് കഴിഞ്ഞിട്ട് അക്ബർ വന്ന് ഓടിക്കയറുന്നു. അക്ബറാണ് ആദ്യം വന്ന് കയറിയത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്തായാലും അനുവാണ് കയറിയത്, മൂന്നാമതാണ് ഈ പറഞ്ഞിട്ടുള്ള ആദില വന്ന് കയറിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായിട്ട് അവർ ചെയ്തു.
ഏറ്റവും കൂടുതൽ പൈസ വാരി കോരിയേക്കുന്നത് അനുമോളാണ്. 7 കെട്ട് പൈസയാണ് പുള്ളിക്കാരി എടുത്തിട്ടുള്ളത്. ആദിലയ്ക്ക് 20,000 രൂപ കിട്ടി. ആദിലയ്ക്ക് ഒരു കെട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇത് എടുത്ത ആദിലയ്ക്ക് പോലും അറിയത്തില്ല. ആദില ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടാവും. കാരണം ആദില പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കെട്ടല്ല എടുത്തേക്കുന്നത്, ഒന്നിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട് ഞാൻ 14 കെട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. 14 സോറി അനുവിൻ്റെ 7 അല്ല 14 കേട്ടോ, 14 കെട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അനുവും പറയുന്നുണ്ട്. അക്ബർ 4 കെട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല, ഇവർ കയറി വരാൻ നേരത്ത് ഇവരുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. പുള്ളിക്കാരി ഒന്നിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് ഞാൻ 14 എടുത്തിട്ടുണ്ട്, അക്ബറും പറയുന്നുണ്ട് ഞാൻ 4 എടുത്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അക്ബർ ഒരു കെട്ട് പൈസ ഒരു 20,000 ഒരു കെട്ട് അതിലേക്ക് കൊടുക്കും, നീ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചിലപ്പം അക്ബറിന് നീ തെറ്റി പോകാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അത് ഓർക്കുന്നില്ല, ഞാനത് കണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവരുടെ കയ്യിൽ എത്ര കെട്ടുണ്ടായിരുന്നു കയറി വരുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും അനു 14 പുള്ളിക്കാരി എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി കയറി വന്ന ഉടനെ തന്നെ പുള്ളിക്കാരി എണ്ണിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂസ് ആയിട്ടിരിക്കും. മിക്കവാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ ഒരു വിഷയം ഉണ്ടാക്കണം. ഇത് പറയുന്ന സമയത്ത് നൂറയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കെട്ടുമായിട്ട് അതിൽ വന്നത് നൂറയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പൈസയ്ക്ക് ഇവർക്ക് ആവശ്യമുണ്ട്. കാരണം നൂറയുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നൂറ നല്ല ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അനുവിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നൂറയുടെ ഫേസ് ഒന്ന് കാണും, അത്രയും ഇല്ല അസൂയ പിടിച്ചില്ല, ദേഷ്യം വന്ന പോലെ ഇതാണ് ആ ഫേസ്. ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത്. അപ്പം ഇവിടെ അക്ബറിന് 60,000 കിട്ടി, അതുപോലെ ആദിലയ്ക്ക് 20,000 കിട്ടി, അനുവിന് 1,40,000 രൂപ കിട്ടി. അപ്പം മറ്റുള്ള ആൾക്കാർക്കെല്ലാം ശശിയായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് സാബുവാനൊക്കെ പറയുന്നുണ്ട് എനിക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് വെക്കൂടായിരുന്നു, പോയിരുന്നെങ്കിൽ എത്രമാത്രം പ്രോട്ടീൻ നിനക്ക് മേടിക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സാബുവാൻ പറയുന്നുണ്ട് പ്രോട്ടീനാണോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കാരണം ഇവർ ഇത്രയും ഗ്രൂപ്പായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് കളിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായില്ല. കാരണം ഇവർ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തു, ഇവർ മൂന്നും കൂടെ ഇതുപോലെയൊക്കെ ചെയ്യണം, നമ്മൾ ഒരാൾ ഫ്രണ്ടിൽ നോക്കണം, ഒരാൾ മിഡിലിൽ നോക്കണം, ഒരാൾ ഫ്രണ്ടിൽ നോക്കണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറാമെന്നുള്ള ഒരു ധാരണയൊക്കെ ആക്കി വെച്ചിട്ടാണ് വെളിലോട്ട് പോയത്. പക്ഷേ ഇത് വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. കയറി വന്നപ്പോഴത്തേക്ക് ഇവരെ പ്ലാനിങ്ങൊക്കെ അറിഞ്ഞപ്പോഴാണ് വീട്ടുകാർ ശശിയായി പോയത്. സാബുവാനൊക്കെ അപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റിനകത്ത് അകത്തോട്ട് കയറിയില്ലെങ്കിൽ എവിക്ഷൻ ഉണ്ടായിരിക്കും, പുറത്തോട്ട് പോവും, ശ്രദ്ധിച്ച് കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഗംഭീരമായിട്ടാണ് ഒരു ടാസ്ക് ഒക്കെ ചെയ്തത്. അതിൻ്റെ കോർഡിനേഷൻ അസാധ്യ കോർഡിനേഷനാണ് കേട്ടോ. അക്ബറൊക്കെ എണ്ണുന്നതും കൗണ്ട് ചെയ്യുന്നതും അതിലൂടെയൊക്കെയാണ് അവർ കയറിയത്. കാരണം ഇറങ്ങിയപ്പം തൊട്ട് അക്ബർ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ അക്ബർ അങ്ങ് തുടങ്ങി. പൈസയൊക്കെ എടുത്ത് തപ്പി പിടിച്ചെടുത്ത് എല്ലാവരും കൂടെ ഓടി കയറി. ജസ്റ്റ് ഒരു 10 സെക്കൻഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും വളരെ ഗംഭീരമായിട്ട് ടാസ്ക് ചെയ്തു, കൊള്ളായിരുന്നു. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം അനു പോകുന്നത്. കാരണം അനുവിന് ഹൈറ്റ് കുറവായതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഓടി എത്താൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇപ്പം പ്രൊമോ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ആദിലെയാണ് അവിടെ ഫ്രണ്ടേ ഓടുന്നത്. പിന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടത് ഇവർ കയറി വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മളൊക്കെ വിചാരിച്ച് പൈസ കിട്ടാതെ കയറി വരുന്നൊരു സീനാണെന്നാണ് വിചാരിച്ചത്. സംഭവം അത് ഇവർ വാതിലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് എവിക്ഷൻ, ഇത് 1 മിനിറ്റിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ എവിക്ഷൻ ഉണ്ട്, ഒരാൾ പുറത്തു പോകും. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് വന്ന് നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഇവർ കയറി വന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നത്. അനു എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, നെവിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, നൂറയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടാണ് ഇവർ തിരിച്ചിരുന്നത്. അപ്പം കയറി വരുന്ന അങ്ങോട്ട് പോയി ഇവരെ എല്ലാവർക്കും കെട്ടിപ്പിടിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഉള്ള ഒരു സീനാണ് പ്രൊമോയിൽ കാണിച്ചത്. അപ്പം ഞാനാദ്യം ഈ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു ഇവർ പൈസ ഒന്നും കിട്ടാതെ കയറി വരുന്നതായിരിക്കും, അല്ലാതെ ഇവരെന്തിനാണ് അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ, വെളിയിലോട്ടാണല്ലോ ഓടുന്നത്. അപ്പം ഇത് ലൈവിൽ കണ്ടപ്പോഴാണ് സംഭവം മനസ്സിലായത്, യാത്ര പറയാനാണ് തിരിച്ച് കയറി വന്നതെന്ന് മനസ്സിലായി. അപ്പം ബിഗ് ബോസ് പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് തുറക്കുന്ന സമയത്ത് ഓടാൻ പാടില്ല, ബസർ ശബ്ദം കേൾക്കും, ആ സമയത്ത് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുമോ, ആ സമയത്ത് ഓടുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൈസ വാരിക്കോരി കൂട്ടി അനു ഈ ഒരു ടാസ്ക് തൂക്കിയിരിക്കുകയാണ്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നലെ അർഹതപ്പെടാത്തൊരു പൈസയാണ് ഈ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അക്ബറിനും ഈ ഒരു 60,000 കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇന്നലെ ഈ നൂറയും അക്ബറും പ്ലാൻ ചെയ്ത് കളിച്ചിട്ട് അവസാനം
ഈ പറഞ്ഞിട്ടുള്ള അക്ബറിനെ ശശിയാക്കിയിട്ടാണ് നൂറ് ഒരു 3.5 ലക്ഷം രൂപ കരസ്ഥമാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം ഇവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പം ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തുടക്കം തൊട്ടേ അക്ബറും നൂറയും കളിച്ച് ഓരോ ആൾക്കാരെ പുറത്താക്കിയത്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനൊരു ടെസ്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ഒരു പൈസയുടെ പകുതി ഷെയർ അവകാശപ്പെടുന്നത് അക്ബറാണ് അല്ലേ. അപ്പോൾ ആ പൈസ നൂറ കൊടുക്കണമായിരുന്നു, അവിടെ വെച്ച് പറയണമായിരുന്നു ഞാനും അക്ബറും കൂടെ പ്ലാൻ ചെയ്തിട്ട് കളിച്ചതാണ്. അപ്പം ഇത്രയും ആയപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇത്രയും പേരെ ഞാനും എത്തിയത് അക്ബറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ്. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനൊരു പ്ലാൻ ചെയ്ത് കളിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു 3.5 ലക്ഷം വരെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഞാൻ അക്ബറിന് കൊടുക്കുന്നു എന്നൊരു വാക്ക് പറയണമായിരുന്നു. പക്ഷെ നൂറ അവിടെ അത് ചെയ്തില്ല. അതുകൊണ്ട് നൂറക്ക് ഒട്ടും അവകാശപ്പെട്ടൊരു പൈസയല്ല ഇന്നലത്തെ പൈസ. ഇന്നത്തെ നൂറയുടെ ഫേസ് എന്ന് കാണുമായിരുന്നു. അതിലേക്ക് 20,000 രൂപ കിട്ടിയപ്പോഴത്തേക്ക് അയ്യോ, നൂറയുടെ ഫേസ് ഉണ്ടല്ലോ അല്ലേ, കടന്തൽ കുത്തി വെച്ച പോലെയാണ് ഇരുന്നത്. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പിന്നെ എപ്പിസോഡ് കാണാൻ പോകുന്ന ആൾക്കാർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ